നമസ്കാരം. 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം കെട്ടിടത്തിന് നമ്പർ ഇടുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അധികാരമില്ലാതിരുന്ന വിഭാഗം, അതായത് അനധികൃതമായി നിർമ്മിച്ചതോ കൂട്ടിച്ചേർക്കൽ നടത്തിയതോ പുനർനിർമ്മാണം നടത്തിയതോ ആയ ഏത് കെട്ടിടവും കേരള സർക്കാരിൻ്റെ 17/2/2024 601 നമ്പർ ഗസറ്റ് വിജ്ഞാപന പ്രകാരം ക്രമവൽക്കരിച്ച് കെട്ടിടത്തിന് നമ്പറിട്ട് ലഭിക്കുന്നതാണ്. അപായ സാധ്യത കുറഞ്ഞ കെട്ടിടങ്ങൾ എന്ന വിഭാഗത്തിലാണ് അനുമതി ലഭിക്കുക. 30 ചതുരശ്ര മീറ്ററിൽ കുറവായതും 2 നില വരെ വലിപ്പമുള്ളതും 7 മീറ്ററിൽ കുറവായ ഉയരമുള്ള കെട്ടിടത്തിനാണ് ഇളവ് ലഭിക്കുന്നത്. ഫാറം നമ്പർ 1A-യിൽ നിശ്ചിത ഫീസ് സഹിതം പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ പറയാം. അപേക്ഷാ ഫീസ് നേരത്തെ അടച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ രസീത്, ബിൽഡിംഗ് പ്ലാൻ, സൈറ്റ് പ്ലാൻ, ലൈസൻസിയുടെ സാക്ഷ്യപത്രം, ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ എന്നിവയാണ് പൊതുവായിട്ടുള്ളത്. സാഹചര്യങ്ങൾ അനുസരിച്ച് അനുബന്ധമായി മറ്റ് രേഖകളും നൽകേണ്ടതാണ്. അപേക്ഷാ ഫീസ് ഇതോടൊപ്പം ചേർത്തിട്ടുള്ളത് കാണാവുന്നതാണ്. അപേക്ഷ സമർപ്പിച്ച ശേഷം വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അപേക്ഷ നിരസിക്കുന്നതാണ്. റോഡ് അതിർത്തിയും കെട്ടിടവും തമ്മിൽ 2 മീറ്റർ അകലമുണ്ടായിരിക്കണം. സെക്രട്ടറിക്ക് അപേക്ഷ നൽകിയതിന് ശേഷം ജില്ലാതല കമ്മിറ്റിയാണ് അപേക്ഷ പരിശോധിച്ച് അംഗീകാരം നൽകുന്നതിന് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുന്നത്. അപേക്ഷ നിരസിച്ചാൽ സംസ്ഥാനതല കമ്മിറ്റിയിൽ അപ്പീൽ പോകാവുന്നതാണ്. അപേക്ഷകന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ വീഴ്ച വരുത്തിയാൽ കമ്മിറ്റി പുറപ്പെടുവിക്കുന്ന ഉത്തരവിൻ്റെ പ്രാബല്യം നഷ്ടപ്പെടുന്നതാണ്. അടച്ച ഫീസ് തിരികെ ലഭിക്കുന്നതല്ല. കെട്ടിട നമ്പർ കിട്ടിയ ശേഷം ആ കെട്ടിടത്തിൽ വീണ്ടും നിർമ്മാണ പ്രവർത്തനം ലഭിക്കില്ല. അപ്പീൽ പെറ്റീഷൻ വെള്ള കടലാസിൽ 5 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് അടച്ച് സമർപ്പിച്ചാൽ മതി. 2019 നവംബർ 7-ാം തീയതിക്ക് മുമ്പ് പൂർത്തീകരിച്ച കെട്ടിടത്തിനാണ് ക്രമവൽക്കരണം സാധ്യമാകുന്നത്. സംസ്ഥാനതല കമ്മിറ്റി അപേക്ഷ നിരസിച്ചാൽ സർക്കാരിന് അപ്പീൽ നൽകാവുന്നതാണ്. അപേക്ഷാ ഫീസ് കൂടാതെ അടയ്ക്കേണ്ട കോമ്പൗണ്ടിംഗ് ഫീസ് ഈ കാണുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ. വീണ്ടും കാണുന്നത് വരേക്കും ബൈ.